നമുക്കിന്നൊരു നാടൻ ഞണ്ട് റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അതിനായിട്ട് ഒരു 500 ഗ്രാം ഞണ്ട് കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കിയിട്ട് മാറ്റി വയ്ക്കുക. പിന്നീട് വേണ്ടത് ഒരു 4 സവാള നീളത്തിലരിഞ്ഞത്, ഒരു 8 അല്ലി വെളുത്തുള്ളി ചതച്ചത്, ഒരു കഷ്ണം ഇഞ്ചി ചതച്ചത്, ഒരു തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചത്, 2 പച്ചമുളക്, ഒരു തണ്ട് കറിവേപ്പില. ഇനി ഒരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ട് ചൂടാക്കി എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച ശേഷം ഇനി ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി, ചതച്ച വെളുത്തുള്ളി, ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള പച്ചമുളക്, ഇതെല്ലാം ചേർത്ത് ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ആ സമയത്ത് എണ്ണ കുറവാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ എണ്ണ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ സമയത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ഒരു കളറൊക്കെ മാറി വരുമ്പോഴത്തേക്ക് സവാള ചേർത്ത് കൊടുക്കാവുന്നതാണ്. സവാള കുറച്ചും കൂടെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിയുകയാണെങ്കിൽ പെട്ടെന്ന് വഴറ്റി കിട്ടും. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എത്രത്തോളം നേരം നമ്മൾ ഇതുപോലെ വഴറ്റിയെടുക്കുന്നു അത്രയും ടേസ്റ്റ് കൂടും. ഇതിൽ ചെറിയ ഉള്ളിയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ എൻ്റെ ചെറിയ ഉള്ളി ഇല്ല, അതുകൊണ്ടാണ് സവാള അതിന് കുറച്ചുകൂടെ കൂടുതൽ ചേർത്തേക്കുന്നത്. പിന്നെ ഈ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതൊരു പാതി വേവൊക്കെ ആകുമ്പോഴത്തേക്കാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പ് ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് വെന്ത് കിട്ടും. ഇനി എല്ലാം ഒന്ന് വഴറ്റിയതിന് ശേഷം അടച്ചു വെച്ച് കൊടുക്കാം. ഇനി ചേർത്ത് കൊടുക്കേണ്ട മസാലാസാണ്. മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം, മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ, മുളക് പൊടി ഒരു 1.5 ടേബിൾ സ്പൂൺ, ഗരം മസാല 1 ടീസ്പൂൺ. ഇതെല്ലാം കൂടെ ഒന്നിച്ച് ചേർത്ത് കൊടുത്ത് വഴറ്റി ഒന്ന് സെറ്റായി വരുമ്പോഴത്തേക്ക് വേണം തക്കാളി ചേർത്ത് കൊടുക്കാൻ. ഞാൻ വഴറ്റുന്ന വീഡിയോ ഇട്ട് പോയി അതിൻ്റെ ഇടയ്ക്ക്. അത് നല്ലപോലെ ഒന്ന് മസാല പിടിച്ച് മൂത്തതിന് ശേഷം വേണം തക്കാളി ചേർത്ത് കൊടുക്കാനായിട്ട്. തക്കാളി അരിഞ്ഞ് തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് സെറ്റായിട്ട് വരട്ടെ. ഈ സമയത്ത് ഒരു തുള്ളി വെള്ളം പോലും ചേർത്ത് കൊടുക്കരുത്. നമ്മൾ ആ ഒഴിച്ചു കൊടുത്ത എണ്ണയിൽ വേണം ഇതെല്ലാം വഴണ്ടി വരാൻ. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന ഞണ്ട് ചേർത്ത് കൊടുക്കാം. ഞണ്ടും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം എല്ലാം കൂടെ ഒന്നുകൂടെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. മസാല അതിൻ്റെ എല്ലാ ഭാഗത്തും പിടിക്കട്ടെ. ഇനി ഒരു 5 മിനിറ്റ് ഇതൊന്നുകൂടെ ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതി. വെന്ത് സെറ്റായിട്ട് വരുമ്പോഴത്തേക്ക് ഒന്നുകൂടി ഇളക്കി കൊടുക്കുക. ഇളക്കി നല്ല രീതിയിൽ അടിയിലൊന്നും പിടിക്കാതെ ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. ഒരു 1/2 കപ്പ് ചൂടുവെള്ളം ചേർത്ത് അത് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുത്തതിന് ശേഷം ഇനി അതൊന്ന് അടച്ച് വെച്ച് കൊടുത്ത് അവിടെ ഇരുന്ന് കറക്റ്റ് ഒരു 10 മിനിറ്റ് വേവും. അപ്പോഴത്തേക്ക് എണ്ണയൊക്കെ തെളിഞ്ഞ് എല്ലാം നല്ല ഉരുകി സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്താണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കേണ്ടത്. കുരുമുളക് ഒരു 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് അതും എല്ലായിടത്തും ഒന്ന് പിടിക്കട്ടെ. ഈ സമയത്ത് ടൊമാറ്റോ ജ്യൂസ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒരു തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് മിക്സിയിൽ അടിച്ച് ആ ജ്യൂസ് ചേർത്ത് കൊടുക്കാം. എരിവൊന്ന് ബാലൻസ് ആവാനും കറിക്ക് കുറച്ചും കൂടെ ടേസ്റ്റ് കിട്ടാനും വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണിത്. നമ്മുടെ ഞണ്ട് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ചൊരു അലങ്കാരം എന്നോണം കറിവേപ്പിലേക്ക് ഇട്ട് ഒന്ന് ഇളക്കി കുഴച്ചെടുക്കുകയാണെങ്കിൽ മക്കളെ ഇതിൻ്റെ സ്മെല്ലൊക്കെ മൂക്കിലോട്ട് അടിച്ചിട്ട് നിൽക്കാൻ പറ്റത്തില്ല. കൊതി വന്നിട്ട് അപ്പത്തിൻ്റെ കൂടെ ആയാലും പൊറോട്ടയുടെ കൂടെ ആയാലും ചോറിൻ്റെ കൂടെ ആയാലും ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. നല്ല അരപ്പൊക്കെ പിടിച്ച് വെന്ത് കുറുകി സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ വായിൽ കപ്പലോടുക. ഇത് കുറച്ചും കൂടെ തിക്കാക്കി എടുക്കാൻ വേണ്ടുന്നവർക്ക്, എനിക്ക് കുറച്ച് ഗ്രേവി വേണം, അതുകൊണ്ട് ഈ ഒരു പരുവത്തിൽ സ്റ്റവ് ഓഫ് ചെയ്യാവുന്നതാണ്. ഇത് ഇരുന്നിരുന്ന് കുറച്ചും കൂടെ തിക്കായിട്ട് കിട്ടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.